ഹലോ. അപ്പൊ നമ്മുടെ ഒരു പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം തന്നെ. അവർക്ക് മൈക്ക് കിട്ടാൻ അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ വന്ന ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. കുറെ നാളായാലും നമ്മൾ കുക്കിംഗ് വീഡിയോ എടുത്തിട്ട്. അപ്പൊ കാണുമ്പോ അത്യാവശ്യം സാധനങ്ങളൊക്കെ ആക്കി വെച്ചു. അതും ഞാൻ ഈ ഒരു ഓവൻ മേടിക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പിസ്സ ഉണ്ടാക്കണം, കേക്ക് ഉണ്ടാക്കണം എന്നൊക്കെ. പക്ഷെ ഞാൻ ആ ഓവനില് അങ്ങനെ ഒരു വസ്തു ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഇതുവരെയ്ക്ക് മേടിച്ചിട്ട് ഇപ്പോൾ 1 വർഷം ആവാറായി. പക്ഷെ എനിക്കൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാത്തുണ്ടായിരുന്നു, എനിക്ക് കാത്തുനെ വെച്ച് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എനിക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. അത് വേറെ സത്യം. പിസ്സയ്ക്ക് ആവശ്യമുള്ള എല്ലാ സാധനവും ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഉണ്ടാക്കാൻ എന്നോട് പറ്റിയിട്ടില്ല. എനിക്കറിയില്ലായിരുന്നു ഓവൻ എങ്ങനെയാണ്. പിന്നെ ഞങ്ങൾ മെനക്കെട്ടിട്ട് അതെങ്ങനെയാണെന്ന് ഞാൻ പഠിച്ചിരുന്നിട്ട്, ഞാനല്ല ഏട്ടനാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പിസ്സ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു വ്ളോഗായിട്ട് എടുക്കാമെന്ന്. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അത്യാവശ്യം നേരത്തെ പണിയുണ്ട്. നമുക്ക് ഇതിൻ്റെ ഫസ്റ്റത്തെ ഒരു സൈഡ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ബാക്കി വർത്താനം പറയാം. അപ്പോൾ വേഗം കൊണ്ടുപോരാ. നമുക്ക് ആദ്യം ഇതിലേക്ക് ഇളം ചൂടുവെള്ളം ഒഴിക്കണം. ഞാൻ എൻ്റെ മെഷർമെൻറ്റിൻ്റെ പാത്രമൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിലൊരു കപ്പ് വെള്ളം ഒഴിക്കട്ടോ. നമുക്ക് അപ്പോൾ നമ്മൾ കാത്തു ആയിരിക്കും ഒഴിക്കുന്നത്. കാത്തുമ്മ മുമ്പൊഴിച്ച ഇതിങ്ങനെ വെച്ച് സെറ്റ് അടിച്ചേ. ഇനി നമ്മുടെ ഇതിൽ ചെറിയ ഡപ്പമുണ്ട് ഇങ്ങനെ. ഈ ഒരു ടീസ്പൂൺ ഉണ്ട്. ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഞാൻ 1.25 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണൊക്കെ മതിയാവും. ഞങ്ങൾക്ക് പിന്നെ കുറച്ച് മധുരം പ്രിയരാണ്. അതിട്ട് കൊടുത്തു. മതി. ഇനി അടുത്തത്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലേക്ക് കിട്ടണ്ട കേട്ടോ. ഇനി നമുക്ക് ഒരു 1.25 തന്നെ ഈസ്റ്റ് കൊടുക്കാം. വേണ്ട, കുറച്ച് വലുതാണ്. അപ്പോൾ 1 ടീസ്പൂൺ മതിയും. ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ടീസ്പൂൺ എടുത്തോണ്ട് വരുമോ? ഞാൻ ടീസ്പൂൺ എടുക്കണം. ഞാൻ എടുത്തിട്ട് അല്ല വേണ്ട, ഞാൻ അതുകൊണ്ട് തന്നെ ഇളക്കി കൊടുത്തു. നന്നായി ഇളക്കിയിട്ട് നിക്ക് അമ്മ ചെയ്യട്ടെ. അടച്ചു വയ്ക്കണം, കുട്ടിക്കറിയാട്ടാ. കുട്ടിയോട് തോറ്റു. അപ്പോൾ നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റത്തോളം നമുക്ക് അടച്ചു വയ്ക്കാം. ഒരുപാട് ചൂടുള്ള വെള്ളം എടുക്കരുത്. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പണിയിലേക്ക് കിടക്കാം. അപ്പോൾ എനിക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്, അത് നിങ്ങൾ കാണിച്ചു തരാം. പോരെ. അപ്പോൾ ഞാൻ പിസ്സ ഉണ്ടാക്കാനുള്ള സോസെല്ലാം സബോളയും കാര്യങ്ങളൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏട്ടൻ ഫ്രിഡ്ജിൽ നിന്ന് തക്കാളിയൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട്. തക്കാളി കണ്ട് നമ്മളെ കാത്തുമ്മയ്ക്കൊരു പ്രാന്താണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു തക്കാളി കഴുകി കൊടുത്തപ്പോൾ അവളത് കടിച്ചുകൊണ്ട് ആൾക്കൂടെ. ഞാൻ സാധാരണ അങ്ങനെ കൊടുക്കാറില്ല. ഇങ്ങനെ നല്ല സിറ്റുവേഷനൊക്കെ വരുമ്പോൾ നമ്മൾ ഒരു പകുതി തക്കാളിയൊക്കെ കൊടുത്താൽ നല്ലതാണ്. കുറച്ച് കഴിക്കും, ബാക്കിയൊക്കെ കളിച്ച് കളയെങ്കിലും അവൾ എന്തെങ്കിലും ഒന്നും ഇരിക്കുമല്ലോ, അല്ലെങ്കിൽ നമുക്ക് ഒരു പണിയും ചെയ്യാൻ പറ്റില്ല കേട്ടാ. അപ്പോൾ ഇപ്പോൾ ഒരു ടൈം 7 മണി ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടാ ഇതുണ്ടാക്കാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ ഒക്കെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അപ്പയും മോൾ എങ്ങടാ പോയി? അവരെ കാണാനില്ലല്ലോ. അവരെ ഇപ്പം വരും. അവർ പ്രത്യേകമായി കളിയിലായിരുന്നു. അവരിപ്പോൾ വരും കേട്ടോ. എൻ്റെ കെട്ടാൻ ഗർഭിണിയായിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ 2 കുട്ടികളാണ്. ഏട്ടൻ്റെ പ്രസവം കഴിഞ്ഞ് ട്വിൻസാണ്. അങ്ങനെ തോലൊക്കെ കളഞ്ഞപ്പോൾ ഞാൻ ആദ്യം അത് അവിടെ നിന്ന് വൃത്തിയാക്കും. എനിക്ക് അവിടെ വൃത്തിയാക്കിയില്ല, എനിക്ക് സമാധാനം ഉണ്ടായില്ല. പിന്നെ അടുത്തത് ഗർഭിണി ആയത് എൻ്റെ മോളായിരുന്നു. എവിടെ പാവന് വയറും വെച്ച് വരുന്ന കണ്ട കാത്തുമ്മയാണ്. അപ്പോൾ ആ പ്രസവത്ത് ഞാനട്ട പിടിക്കും. അമ്മ വെക്കെന്ന് പറഞ്ഞു എടുത്തെടുത്തപ്പോൾ അമ്മ വെക്കുന്നൊക്കെ പറഞ്ഞു. പണങ്ങി തുടങ്ങി. അപ്പോൾ ഞാൻ വെച്ചു കൊടുത്തു. എവിടെയോ പൂരണ്ട്, അവിടെ നല്ല വെടിക്കെട്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം അങ്ങനെ അവർ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഈ പിസ്സയിലേക്കുള്ള സോസ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പ് നോക്കാം.
അതിനുള്ള സെറ്റ് അങ്ങനെ നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിക്കണം. അതിനുള്ള വെച്ചിട്ട് ഇനി നമുക്ക് മാവ് കുഴക്കാൻ പോവാം. അതിന് മുന്നേ ഞാൻ 3 അത്യാവശ്യം വലിയ സബോള എടുത്തിട്ടുണ്ട്, തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു 4 സബോള എടുത്തിട്ടുണ്ട് ചെറിയതാ, പിന്നെ ഒരു 8 വെളുത്തുള്ളി, മുഴുവൻ മുളകൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതെന്താ ചെയ്യണ്ടേ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് പിസ്സ സോസിനുള്ള എല്ലാ ഐറ്റംസും എടുത്തിട്ടുണ്ട്. അപ്പോൾ സബോള നമുക്ക് ഒരുപാട് ചെറുതല്ലാന്ന് വെച്ചാൽ ഒരുപാട് വലുതല്ലാത്ത നിലയ്ക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം. നമ്മൾ എന്താ പറയുക, ചില്ലി ചിക്കനൊക്കെ കട്ട് ചെയ്യില്ല, അതേപോലെ കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 4 സബോള എടുക്കുന്നുണ്ട്. അതിൽ 2 പിന്നെ വലിപ്പമുണ്ട്, 2 നല്ല ചെറുതാണ്, അധികം വലിപ്പമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് നന്നായി ഇങ്ങനെ അരിഞ്ഞ് സെറ്റാക്കി വെക്കണം. ഇത് നമ്മൾ 2 വിസിലാണ് അടിക്കുക കേട്ടോ. കുക്കറിലിട്ടിട്ട് 2 വിസിലടിക്കും. അപ്പോൾ ഞാൻ സബോളൊക്കെ അരിഞ്ഞരിഞ്ഞ് സെറ്റാക്കി വെച്ചുകൊണ്ടിരിക്കുക. നമ്മൾ കാത്തും അപ്പുറത്ത് അലമ്പുണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. മുന്നും എനിക്ക് പുറത്ത് മേടിക്കുന്നതിനെക്കാട്ടും വീട്ടിലുണ്ടാക്കുന്ന പിസ്സയോട് എനിക്ക് ഇഷ്ടം തോന്നാനുള്ള കാരണം ഈ ഒരു സോസാട്ടോ. കാരണം നമ്മൾ പുറത്ത് നടക്കുന്നത് ഇത്രയും ടേസ്റ്റില്ല തോന്നുന്നു ഈ സോസിന്. അതേപോലെ ഞാൻ സോസ് റെഡിമെയ്ഡ് മേടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു, അതും വലിയ ടേസ്റ്റില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ ഉണ്ടാക്കുന്ന സോസിന് തന്നെയാണ് ഭയങ്കര ടേസ്റ്റ്. പക്ഷെ ഇത് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് നേരം നമ്മൾ അതിന്മേൽ മെനക്കെട്ട് നിൽക്കണം. നമുക്ക് പിസ്സ വേഗം ഉണ്ടാക്കുമ്പോൾ നമുക്ക് മാവ് കുഴച്ച് ചെടിയിലൊക്കെ പോയി ഒന്ന് സെറ്റ് ചെയ്യാന്ന് വെച്ചാൽ അത് പറ്റില്ല, ഈ സോസ് ഉണ്ടാക്കാൻ നിൽക്കണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റെഡിമെയ്ഡ് മേടിച്ചത്. പക്ഷെ അത് കാര്യമില്ല. അപ്പോൾ ഞാൻ സോസ് ഉണ്ടാക്കാമെന്ന് തന്നെ വിചാരിച്ചു. പിന്നെ തക്കാളിയുടെ നമ്മൾ 4 സൈഡും ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ വരിഞ്ഞു കൊടുക്കണുള്ളൂ. ഈ തൊലി പറിച്ചെടുക്കാൻ പറ്റുന്ന നിലയ്ക്ക് വരിഞ്ഞു കൊടുക്കണുള്ളൂ, മുറിക്കുന്നില്ല. ഇങ്ങനെ ഫുള്ളായിട്ട് വരിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ തൊലി ഇങ്ങനെ വലിച്ചാൽ ഫുള്ളായിട്ടുണ്ട് പോകുന്നുള്ളൂ. പിന്നെ ഒരു 8 അല്ലി വെളുത്തുള്ളിയും ഒരു 8 അല്ലി മുഴുവൻ മുളകാണ് ഇട്ട് കൊടുത്തത്. നമുക്ക് കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അതൊരു 4 എണ്ണം, നോർമൽ ഒരു 3 എണ്ണമൊക്കെ മതിയാവും. എൻ്റെ കയ്യിൽ കാശ്മീരി ചില്ലി ഇല്ല, നോർമലേ ഉള്ളൂ. പിന്നെ ഒരു മിനിറ്റ്, ഇടയിൽ മുന്തിരി അത് ഞാൻ 2 വിസിലടിക്കട്ടെ. അപ്പം നമ്മൾ അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അത് അരയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ഈസ്റ്റെല്ലാം പൊന്തി വന്നു, ആകെ നിലത്തൊക്കെ പോയി അലമ്പായിട്ടുണ്ട്. ഞാൻ അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി. ഇനി ഇത് നമുക്കൊരു വലിയ പാത്രത്തേക്ക് ഒഴിച്ച് കൊടുക്കാം. എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഈസ്റ്റ് മേടിച്ചിട്ട് ഞാൻ അവിടേക്ക് താമസമാക്കുമ്പോൾ മേടിച്ചാണ്. അതുകൊണ്ട് റെഡി ആവുമോ എന്നുള്ള ചെറിയൊരു പേടി എനിക്കുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഈസ്റ്റ് കുറച്ച് കാലം ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത് കറക്റ്റ് ആവില്ല എന്നൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പൊന്തി വരില്ല എന്നൊക്കെ. പഴകി കഴിഞ്ഞാൽ അത് നാശമാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അതിലേക്ക് നമുക്കൊരു 2 കപ്പ് 2.25 കപ്പ് കണ്ട് ഞാൻ പൊടി ഇടുന്നുണ്ട്. അപ്പോൾ ഈ കപ്പ് കൊണ്ടിട്ടാണ് കേട്ടോ നമ്മൾ ഈസ്റ്റിലേക്കുള്ള 1 കപ്പ് വെള്ളം എടുത്തപ്പോൾ നമ്മൾ 1 കപ്പ് വെള്ളം ഉണ്ട്, ഇതിലേക്ക് ഞാൻ 2.25 കപ്പ് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ കുഴക്കുന്നതിനനുസരിച്ച് നമുക്ക് കുറവിനനുസരിച്ച് കുറച്ച് കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ്, പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പം ഇനി നമുക്ക് നന്നായി കുഴച്ചെടുക്കാം. കൈ കൊണ്ട് കുഴക്കണം. എനിക്ക് ടീസ്പൂണൊന്നും വെച്ച് കുഴച്ചാൽ എനിക്ക് സെറ്റാവില്ല. എനിക്ക് കൈ കൊണ്ട് കുഴച്ചാൽ അതൊരു ഇഷ്ടമുള്ളൂ. ഞാൻ കൈ കൊണ്ട് കുഴച്ച് കൊടുത്തോണ്ടിരിക്കട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒലിവ് ഓയിലാണ്. അതിൻ്റെ ഇടയിൽ കറണ്ട് പോയി ഗായ്സ്. അതാണ്, ഞാൻ ഒലിവ് ഓയിൽ ആദ്യം കുറച്ച് ഒഴിച്ചു, 2 ടീസ്പൂണിൻ്റെ അടുത്ത് ഒഴിച്ചു. പിന്നെ ഞാൻ കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഇങ്ങനെ ഇതിൽ ഓയിൽ കൂടുതൽ ഒഴിക്കും തോറും നല്ല സോഫ്റ്റായി വരും കേട്ടോ. എന്നിങ്ങനെ കാണുമ്പോൾ ഇതൊരു പ്രേത സിനിമ പോലെ തോന്നുന്നുണ്ട്. കാരണം ഇവിടെ കറണ്ട് പോയപ്പോൾ ഇരുട്ടത്തായി പോയതാണ്. ഇൻവെർട്ടർ വെക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. കാരണം രാത്രി കറണ്ട് നമ്മളെ കാത്തുമ്പോൾ ഉറക്കം പോയിട്ട് കാത്തുമ്പോൾ ഭയങ്കര വാശിയാട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ വിഷയം മാറിപ്പോയി. അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി കുഴച്ചെടുക്കുന്നുണ്ട്. എനിക്ക് അത്ര വെള്ളം തന്നെ ഒഴിക്കേണ്ടി വന്നുള്ളൂ, പിന്നെ അധികം വെള്ളമൊന്നും ഒഴിക്കേണ്ടി വന്നില്ല. കറക്റ്റ് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു. പിന്നെ ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല തോന്നുന്നു. അപ്പോൾ അതൊക്കെ നന്നായി ഞാൻ കുഴച്ച് സെറ്റാക്കുന്നുണ്ട്. അപ്പം നമ്മൾ കാത്തുമിക്ക് ഉറക്കമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇൻവെർട്ടർ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. വല്ല ബജാജിൽ നിന്നൊക്കെ കിട്ടുമെന്ന് നോക്കാനായിട്ട്. കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഫുൾ എമൗണ്ടിൽ എടുക്കുകയെന്ന് വെച്ചാൽ ടാസ്ക്കാണ്, നമ്മളോടൊന്നും താങ്ങില്ല. അപ്പോൾ ഈ വീട്ടിലേക്ക് മാറേണ്ടി അത്യാവശ്യം
കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പം അതിൻ്റെ ഇടയിൽ. പക്ഷേ കറണ്ട് പോയിട്ടാണ് ഇവിടെ എൻ്റെ വീടിൻ്റെ സൈഡിലേക്ക് അങ്ങനെ എപ്പോഴും കറണ്ട് പോയില്ല കേട്ടോ. പക്ഷേ വല്യമ്മേനെ വിളിക്കുമ്പോൾ കേൾക്കാം വല്യമ്മയുടെ കറണ്ട് പോയി സംഖ്യ എന്നൊക്കെയാണ് പറയുന്നത് കേൾക്കാം. എനിക്ക് തോന്നുന്നു ആ ഒരു സൈഡായിട്ട് തന്നെയാണ് ഞങ്ങളുടെ വീട് വരുന്നത്. അതുകൊണ്ടായിരിക്കാം ഇവിടെയും എപ്പോഴും കറണ്ട് പോകും. രാത്രിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോയി വരും. അപ്പോൾ ഉടനെ എഴുന്നേറ്റ് ഇരിക്കുക. അവൾ ഇരുട്ട് കാണുമ്പോൾ അവൾക്ക് പേടി, അപ്പോൾ അവൾ കരയും. അത് പോരാഞ്ഞിട്ട് ചൂടെടുത്തുള്ള പ്രശ്നം. അപ്പോൾ എന്തായാലും നമുക്ക് അധികം വീഴാതെ ഇൻവെർട്ടർ വെക്കണം, അതിനുള്ള കാര്യം നോക്കുന്നുണ്ട്. അപ്പം അതിനൊരു അപ്പി മോള് വന്നിട്ട് ആൾക്ക് മാവ് കണ്ടപ്പോഴേ എന്താണെന്നറിയില്ല പാപ്പ് വെച്ചിട്ട് ആന്നാക്കി. അപ്പം ഞാൻ കുറച്ച് പഞ്ചസാര വായിലിട്ട് കൊടുത്തിട്ട് അവളെ വിട്ടയച്ചു. അവൾ വീണ്ടും പഞ്ചസാര ചോദിച്ചു വരുന്നുണ്ട്. ഞാനൊരു വീഡിയോ എടുക്കുന്ന ആൾക്ക് ഭയങ്കര അലമ്പാട്ടാ. പിന്നെ അവൾ അപ്പയും മോളും കളിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവളെ സെറ്റാക്കി കൊണ്ട് നടന്നത്. എനിക്കൊരു വീഡിയോ എടുക്കേണ്ട കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് എത്രയ്ക്ക് ഉണ്ടാവും പിസ്സാന്ന് എനിക്കറിയില്ല കേട്ടോ. കുറഞ്ഞു പോകുമെന്ന് എനിക്കറിയില്ല. ഈ കഴിഞ്ഞ രാത്രിത്തെ ഫുഡ് ഇതാണ്. കുറഞ്ഞു പോയാലും കോളിഫ്ലവർ ഉണ്ടല്ലോ. ഇന്നെനിക്ക് പകൽ മൊത്തം വയ്യായിരുന്നു. ഞങ്ങൾ വ്ളോഗൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് പിന്നെ ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. എനിക്ക് ഇന്നലെ രാത്രി തൊട്ട് വന്ന തലവേദനയാണ്. നല്ല സോഫ്റ്റ് അല്ലേ? കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ചിട്ടൊന്ന് പരത്താല്ലേ, കുഴക്കാല്ലേ. എനിക്ക് ഇന്നലെ രാത്രി വന്ന തലവേദനയാണ്. അതെനിക്ക് രാവിലെ എഴുന്നേറ്റൊന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അടുക്കളയിൽ ഫുഡ് ഉണ്ടാക്കുന്നില്ല. അപ്പോൾ കാത്തുമ്പോൾ ഭയങ്കര അലമ്പ്. അപ്പം ഞാൻ ഫുഡ് ഉണ്ടാക്കാതെ ഞങ്ങൾ ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്തു കഴിക്കാണ് ചെയ്തത്. ഇന്ന് പകലൊന്നും വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഒരു വൈകുന്നേരം ആയപ്പോൾ ചായ വെച്ച് കുടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല നമ്മൾ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ കോപ്പയിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ പരട്ടി കൊടുക്കണം. ഓയിലാണെങ്കിലും മതി. എനിക്കിപ്പോൾ ഓയിൽ എടുക്കാൻ പോവാനുള്ള പേടിയുണ്ട്. സാധാരണ ഞാൻ ഇതിനൊക്കെ ഓയിൽ എടുക്കുള്ളൂ. ഒലിവ് ഓയിൽ വെറുതെ ഞാൻ ചിലവാക്കില്ല. പക്ഷേ എനിക്ക് എടുക്കാൻ പോകാൻ നല്ല പേടിയാണ്. എന്താണോ എനിക്കിങ്ങനെ പേടിയായത്? ചേട്ടനറിയോ ഏട്ടാ? എന്താ ഏട്ടാ? പോടാ. കണ്ടു വന്നേ ഏട്ടാ. എനിക്കൊരു മൂടി എടുത്ത് തുറന്നടാ. ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. 1 മണിക്കൂറാണ് മാക്സിമം. 2 മണിക്കൂർ. ഇത് നന്നായി വീർത്ത് വന്നിട്ടില്ലെങ്കിൽ ഒരു 2 മണിക്കൂർ വയ്ക്കാം. വീർത്ത് വന്നാൽ 1 മണിക്കൂർ മതി. പിന്നെ നന്നായിട്ട് നമ്മൾ ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട്. ഒലിവ് ഓയിലാണ് ഞാൻ തടവി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വയ്ക്കാം. യെസ്. ഇത് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 1 മണിക്കൂറാ ഒരു 2 മണിക്കൂർ അടുത്ത് കറക്റ്റ് നന്നായി വീർത്ത് വരുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാം. അപ്പതാ ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ചിക്കൻ മസാല വറ്റാൻ പോവാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ കാത്തുപ്പിക്ക് പാലൊക്കെ കൊടുത്തിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ടും കാത്തുപ്പിന് അലമ്പിന് ഒരു കുറവുമില്ല. കാത്തുപ്പോഴും ഭയങ്കരമായ അലമ്പിലാണ് നിന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ ഫുഡ് ഉണ്ടാക്കാനൊന്നും സമ്മതിക്കുന്നില്ല. പാപ്പുണ്ടാക്കണ്ടേ? പീസ് ഉണ്ടായി കഴിക്കാം. ഇത് ഞങ്ങൾ ഇങ്ങനെ പീസൊക്കെ കഴിക്കൂട്ടാ അല്ലേ? സെറ്റ് സെറ്റ്. ഞങ്ങൾ സെറ്റൊക്കെ അടിക്കാം. ബീഫോർ എന്താ അതുണ്ടാക്കാൻ പോവാ? ബീഫോ? അപ്പൊ അപ്പോടി വന്ന് കുഞ്ഞിനെ എടുക്കേണ്ടതാണ്. തപ്പ 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 തപ്പ. അപ്പൊ നമ്മളിനി ഇത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ പാത്രത്തിലേക്ക് കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ആദ്യം എടുക്കുന്നത് കാശ്മീർ ചില്ലി പൗഡറാണ്. നമുക്ക് സാധാ മുളക് പൊടി എടുക്കണം, അതെടുക്കാം. കുറച്ച് കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെടുക്കുന്നത്. ഇതൊരു 1.5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. എൻ്റെ ചിക്കൻ കുറവാട്ടാ. ഇത് ഇന്നാള് ചിക്കൻ 1.5 ഇട്ടുണ്ട്. ഇന്നാള് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കിയ ഇടയിൽ നിന്ന് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായതാണ്. ഏട്ടാ വീഡിയോ കറക്റ്റായിട്ട് കിട്ടണോ നോക്കിയേ കോപ്പയിലേക്ക്. ഏട്ടാ കോപ്പയിൽ കറക്റ്റ് കിട്ടണ്ടോ നോക്കിയേ. ഇല്ലേ?
കാ ടീസ്പൂൺ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. എനിക്ക് മല്ലിപ്പൊടി സാധാരണ ഇഷ്ടമല്ല. ഞാൻ ഏതോ ഒരു വീഡിയോയിൽ കണ്ടപ്പോൾ മല്ലിപ്പൊടി ഇട്ടുണ്ട്. ഞാൻ അന്നൊക്കെ നോർമൽ ചിക്കൻ വറക്കണ മസാലയിലാണ് ഉണ്ടാക്കിയത്. അപ്പം ഇന്ന് ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ കണ്ടു. ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ കുത്തിയമുളക് നമുക്ക് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പെരിഞ്ജീരകം, കുറച്ചിനെ തിരുമ്പിട്ട് കൊടുക്കാം, ചുമ്മാ സ്മെല്ലിന്, അത്രേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളെ മെയിൻ സാധനം ഇടണം. പിസ്സ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുക ഓർഗാനോയുടെ മണമാണ്. അത് കുറച്ചിനെ തിരുമ്പി ഇട്ട് കൊടുക്കുക, നന്നായി തിരുമ്പിട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ മേടിച്ചിട്ടുണ്ടായതാണ്. നമുക്ക് വീട്ടിൽ അരച്ചാലും മതി. ഞാനിത് കാത്തുള്ളപ്പോൾ എനിക്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പം അത് ഞാൻ കുറച്ചിട്ട് കൊടുത്തു. ഇത് കുറച്ച് മതി, നല്ല സ്മെല്ലാണ്. പിന്നെ സുർക്ക, ചെറുനാരങ്ങ നീരാണെങ്കിലും മതി. കേൾക്കുന്നില്ല? കേൾക്കുന്നുണ്ട്. കുറച്ച് സുർക്ക ഒഴിച്ചു കൊടുത്തു. കുറച്ച് സോയാ സോസ്. ഇതാവശ്യമില്ല, ചിക്കൻ ടിക്കയിലേക്ക് എന്തൊരു ഇഷ്ടമാണ്. ഞാൻ വീഡിയോ കണ്ടതിൽ ഇതൊന്നും ഇല്ല. എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ പെരിഞ്ജീരകം സോയ സോസ് ഇടുന്നത്. കുറച്ച് ഒലിവ് ഓയിൽ എടുക്കാം, സാധാ ഓയിലായാലും മതി. ഇനി നമ്മളെ തൈര്, തൈര് നമ്മളെ ഇഷ്ടത്തിന്. ഞാനിതൊക്കെ എൻ്റെ അളവില് എൻ്റെ ഇഷ്ടത്തിനാണ് ചെയ്യുന്നത്. ഇതിൽ നമ്മള് ശബ്ദം കുറയ്ക്കണം. നമ്മളെ മെയിൻ സാധനം ഇട്ടിട്ടില്ല, ഉപ്പ്. ഇനി ഇത് നമ്മളെ കൈ കൊണ്ട് തന്നെ ചെയ്യണം. കുറച്ച് ചിട്ടുനീരും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ കൈ കൊണ്ട് മസാല സെറ്റാക്കണം. എൻ്റെ ഒരു സെറ്റ് വേറെ ഒന്നിനും കിട്ടില്ല. ഇനി ഇതിലേക്ക് നാളെ ചിക്കൻ ഇട്ട് കൊടുക്കാം. എൻ്റെ ചിക്കൻ വളരെ കുറച്ചുള്ളൂ കേട്ടോ. ചിക്കൻ തികയോന്ന് എനിക്കിപ്പോഴും ഡൗട്ടുണ്ട്. ഉപ്പ് കുറവാ. ഇവിടെ അപ്പമുള്ള ഒളിച്ചു കളിയാണ്. കാത്തു, നമ്മളെ റൂമിലേ, അപ്പൊ നമ്മളെ റൂമിലാ. അവിടെ ഉപ്പൊക്കെ ഓക്കെയുണ്ട്. നമുക്കിതൊരു അരമണിക്കൂർ മൂടി വയ്ക്കാം. ഫ്രിഡ്ജിൽ വയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വയ്ക്കാം. കാണാല്ലേ, അമ്മ കാണിച്ചു തരാം. നമുക്ക് അപ്പേനെ കറിയാം. കത്തു അപ്പ ഇങ്ങോട്ട് വരൂ. അപ്പൊ ഇനി നമ്മള് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഐറ്റംസ് അത് ഞാൻ എടുത്തുകൊണ്ട് വരപ്പോ. അപ്പൊ അതായത് നമുക്കിത് തുറന്ന് നോക്കാം. അപ്പൊ അതായത് ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി ഇതിന്ന് നമുക്ക് വെള്ളമില്ലാതെ അല്ലാതെ എടുത്ത് ഒരു പാത്രത്തിൽ മാറ്റാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു രസമാണ് തക്കാളി തൊലിയിൽ അതിങ്ങനെ
ഇങ്ങനെ ആക്കി തന്നെ പോരും. ഇതിൻ്റെ പോകുന്നു. അതേപോലെ അടുത്തേക്ക് നല്ല ചൂടുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഒക്കെ എൻ്റെയും പറിച്ചെടുക്കുക. ഇങ്ങനെ സുഖമായിട്ട് പറിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചീലോലം മുറിച്ച് വെച്ചത് 4 പീസ്. അപ്പമ്മോടും വന്നിട്ടുണ്ട്. എന്താണാവോ കണ്ടുപഠിക്കാനാ? ഇനി ഒന്ന് ചൂടാറിഞ്ഞ് നന്നായി അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അരക്കണം. കുഞ്ഞി അപ്പയ്ക്കാണ് പിസ്സ മേടിക്കാന്ന് വെച്ചാൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. പക്ഷെ മേടിച്ച ഭയങ്കര ഇഷ്ടമാണ്. മേടിച്ച് കഴിഞ്ഞാൽ കഴിച്ച് കഴിഞ്ഞാൽ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. പക്ഷെ അതിന് മേടിക്കുക എന്ന് ചിന്ത പോയി ഞാൻ ആദ്യം എൻ്റെ മനസ്സിൽ വല്ല റോള്, ഷവർമ്മ അങ്ങനെയുള്ള ഐറ്റംസ് പോകും. പക്ഷെ എൻ്റെ ഫേവറേറ്റ് പിസ്സയാണ്. എനിക്ക് പിസ്സ മേടിച്ചു തരാവേ. എന്നിട്ട് അതിന്ന് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ പൊന്നത്തെ പിസ്സ എന്നൊക്കെ പറയും. ഞാൻ എനിക്ക് പിസ്സ ഉണ്ടാക്കി തന്നിട്ടില്ലേ? അതെങ്ങനെ ഉണ്ടായിരുന്നു? ഉണ്ടാക്കിണ്ടല്ലേ? അപ്പൊ ഇതിന് ചൂടാറട്ടെ. ഇനി അപ്പൊ ഗ്യാസ് ഓൺ ആക്കുക, പാത്രം വെക്കുക, ഇതൊന്ന് ചൂടാവട്ടെ. എന്നിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒലിവ് ഓയിൽ ഒഴിക്കണം, ഒലിവ് ഓയിൽ ഒഴിക്കാം. ഞാൻ ഒലിവ് ഓയിൽ ഒഴിക്കുന്നില്ല എന്നുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ളത് ഒഴിക്കാം. എന്നിട്ട് ഈ ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് ഈ സോസിനുള്ളതില്ലേ, ഈ അരപ്പതിലേക്ക് നന്നായി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ചുരുക്കിൽ നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇതിൽ തുള്ളി വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് വയ്ക്കാം. ഇത് വേസ്റ്റ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. ഇതിങ്ങനെ നന്നായി നമുക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതൊന്ന് വറ്റി റെഡി ആവണമായിരിക്കും നമ്മളിങ്ങനെ ഇളക്കി ഒരു 10-20 മിനിറ്റ് ശരിക്കും അത് ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ടി വരും. ഇവിടെ പച്ചനമ്മയൊക്കെ എത്തും. ഇതിലേക്ക് ഇനി നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് ഉപ്പ്. നമ്മൾ ഇതുവരെയ്ക്ക് ഉപ്പ് ഇട്ടിട്ടില്ല. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. ഇതൊന്ന് സെറ്റായി വരട്ടെ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തന്നെ ഇളക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് അമ്മയും അച്ഛനൊക്കെ വരുന്നുണ്ട്, അവരെ നോക്കാൻ പോയിട്ട് ചെറിയ തീയിലിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ തെറിച്ച് നമ്മളെ ചെമ്മീൻ മൊത്തം വൃത്തിയാടാവും. ഹലോ, കാണുമാനില്ലല്ലോ. 1 2 എണ്ണ പിസാണടാ, പിസാണാ മന്തി തിന്നാ. എപ്പോ? എനിക്കോ മന്തി തിന്നോ നിങ്ങള്? നിങ്ങൾ മന്തി തിന്നോ എനിക്ക് തരാതെ? വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. എനിക്ക് എന്താ, എനിക്ക് ആരാഞ്ഞേ?
ഇത് ഫ്രൂട്ട്സ് അല്ല, പച്ചക്കറിയാ. ഞാൻ കുറച്ച് സബോളൊക്കെ മേടിച്ചോണ്ടാൻ പറഞ്ഞത്. ആ ഉണ്ടാക്കാൻ നിന്നതാ. അപ്പൊ ഇതാ ഇത് ഏകദേശം എൻ്റെ പച്ചൻ അമ്മയുടെ അടിയിൽ അമ്മച്ചോട് വർത്താനം പറയാണ്. ഞാൻ പിന്നെ മെല്ലെ ഇങ്ങോട്ട് പോകുന്നു. നമ്മളിതോടെ വെച്ചിട്ടുണ്ടല്ലോ. ഇനി ഉപ്പ് നോക്കാം. ഉപ്പില്ല, നല്ല എരിവുണ്ട്. അപ്പൊ ഇതിലേക്ക് ഇനി നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് 1 ടീസ്പൂണോടത്തോളം പഞ്ചസാര, പിന്നെ സുർക്ക എവിടെയാ? സുർക്ക ആവശ്യത്തിന്. തക്കാളിക്കൊക്കെ പുളി കുറവാണെങ്കിൽ കുറച്ച് സുർക്ക ഒഴിച്ച് കഴിഞ്ഞാൽ സെറ്റ് ആയിക്കോളും. അതേപോലെ നമ്മളെ മെയിൻ ഐറ്റം ഇടണം. ഒറിഗാനോ അത് കുറച്ച് കഴിക്കിടുക. എന്നിട്ട് നന്നായി തിരുമ്പി എടുക്കുക. എന്നിട്ട് ഇതിട്ടിട്ട് നമുക്ക് ഇനി ലാസ്റ്റോടുകൂടി ഇട്ട് കറക്റ്റ് ആ മണം, സോസിൻ്റെ മണം കിട്ടിയില്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ തന്നെ നല്ല മണം വന്നിട്ടുണ്ട്. നമ്മൾ തക്കാളി 2-3 അരഞ്ഞിട്ടില്ല. നമുക്ക് ലാസ്റ്റ് എടുത്ത് മാറ്റാം. ഇതിലേക്ക് നമുക്ക് ഇനി അടുത്തൊരു ഐറ്റം കൂടി ഇടാണ്ട് അതുകൂടി ഞാൻ എടുത്തിട്ട് വരാം. കാത്തുമ്മയാവില്ലേ? കാത്തുമ്മയ്ക്ക് ബാത്റൂം വേണ്ട ആരാ? ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല ടൈറ്റാണ്. ഇത് കുറച്ചേരം നമ്മളിങ്ങനെ കമത്തി വയ്ക്കുക. അപ്പോൾ സെറ്റാവും. നന്നായി ഒന്ന് വറ്റി വരണം, എന്നാലേ കറക്റ്റ് സോസിൻ്റെ ഒരു ഫീല് കിട്ടുള്ളൂ. അപ്പം ഇനി നമുക്ക് കുറച്ച് സോസ് ഒഴിച്ചു കൊടുക്കണം. ഇനി നന്നായി ഇളക്കി വെക്കുക. നീ ഇവിടെ അച്ഛനോട് വർത്തമാനം പറഞ്ഞു. ഇനി ഇതൊന്ന് കുറുകി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കട്ടിയാകുമ്പോൾ നമ്മൾ എടുക്കണം, എന്നാലും കറക്റ്റ് തയ്ക്കണ്ടല്ലോ. ഒരുപാട് കട്ടിയാകും പാലിൽ. ഇനി നമ്മൾ ഒന്ന് ടേസ്റ്റ് നോക്കും. ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. തുള്ളി ശർക്കര കുറവുണ്ട്. കാത്തു കുണിക്കിലൂടെ പോയിക്കോ. കുറച്ച് പഞ്ചസാര, കാത്തു കാത്തു ശബ്ദം പാവൂട്ടാ. നന്നായി തിരുമ്പിട്ട് കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കിയിട്ട് എന്താ കുഴപ്പമില്ല. ഇത് ഓഫ് ചെയ്ത് കൊടുക്കട്ടെ നമുക്ക്. ഇതിന്റെ കളർ കണ്ടാൽ തന്നെ കളർ കറക്റ്റ് കിട്ടിയിട്ടില്ല. കുണിക്കാത്ത് വള പൊട്ടണോ?
സെറ്റ്. ഇത് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പം അതായത് കറക്റ്റ് നന്നായി വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ട നല്ല സോഫ്റ്റ് ആണ്, കണ്ടാൽ തന്നെ നമുക്കറിയാലോ ഇത്രയും സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് കുറച്ച് മൈദ ഇവിടെയൊക്കെ ഞാൻ നന്നായി തുടച്ച സ്ഥലമാണ്. അപ്പോൾ കുറച്ച് മൈദ ഇങ്ങനെ വിതറി കൊടുക്കുക. സോഫ്റ്റ് ഒക്കെ ഇത് നന്നായി ഇങ്ങനെ കുണിക്കാനൊക്കെയല്ലേ. കണ്ടോ സെറ്റായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഏകദേശം സെയിം വലിപ്പം നമ്മൾ നന്നായി ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ പാത്രത്തില്ലേ, ഈ പാത്രത്തിൽ കുറച്ച് ഓയിൽ ഇങ്ങനെ പറ്റി കൊടുക്കുക. ഒലിവ് ഓയിൽ പറ്റണം, ഒലിവ് ഓയിൽ പറ്റാം. ഇതൊരു 20 മിനിറ്റാ എന്താ വെച്ചാൽ നമുക്ക് മൂടി വയ്ക്കാം. ഇനി നമ്മളിത് എടുക്കണേരൊക്കെ അങ്ങനെ അരമണിക്കൂർ സെറ്റാകാൻ വേണ്ടി വെച്ച് ചിക്കൻ ഒരു 3/4 മണിക്കൂറായിട്ടുണ്ട്. പിന്നെ നമ്മൾ ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ആ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒലിവ് ഓയിൽ ഒഴിക്കേണ്ടവർക്ക് അത് ഒഴിക്കാം. ഞാൻ നോർമൽ ഓയിലാട്ടോ ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് നന്നായി മൂടി വെച്ച് വേവിക്കുക. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടി പിടിക്കില്ല. എന്നാലും നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് അവസാനം അത് വെന്ത് വരുമ്പോൾ പിന്നെ നമ്മൾ മൂടി തുറന്ന് വെച്ചിട്ട് നന്നായി മുരിയിച്ചെടുക്കണം കേട്ടോ. എൻ്റെ ഒരു പ്ലാനിങ്ങിൽ തന്തൂരി ചിക്കനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ടേസ്റ്റിൽ എങ്ങനെ വരും എന്ന് നമുക്ക് നോക്കാം. ഇത് ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ്. അതിലേക്ക് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് 2-3 ഐറ്റംസൊക്കെ എടുത്തിട്ടു എന്നുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ വീഡിയോയിൽ കണ്ടതാണ്. എനിക്ക് എന്തുണ്ടാക്കുമ്പോഴും വീഡിയോയിൽ കണ്ട പോലെ എനിക്ക് ഉണ്ടാക്കുന്നത് ഇഷ്ടമില്ല. അതിലെന്തെങ്കിലും ഇതുകൂടി ഉണ്ടെങ്കിൽ നന്നാവും എന്നുള്ള ഒരു പ്ലാനിങ്ങിൽ ഞാൻ ഇടുന്ന ഐറ്റംസാണ്. എന്തായാലും കഴിച്ചപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടെന്നാണ് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ കുറച്ച് നേരം കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും അതൊക്കെ തുറന്ന് നന്നായി ഇളക്കിയിട്ട് ഇനി മുരിയിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായി ഇളക്കി കൊടുത്ത് നന്നായി മുരിയിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇപ്പുറത്ത് നമ്മളൊക്കെ പിസയിലേക്ക് സെറ്റ് ചെയ്യാൻ സബോളയും തക്കാളിയും പിന്നെ പച്ചമുളകില്ല, അയ്യോ അതിൻ്റെ പേര് ഞാൻ മറന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് നന്നായി മുറിച്ച് സെറ്റാക്കി വയ്ക്കാം. ഞാൻ സബോളയും ഒക്കെ നീളത്തിലാണ് ഞാൻ അരിയുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ അരിഞ്ഞ് വൃത്തിയാക്കിയിട്ട് കാണിച്ചു തരാം. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനിനി നമുക്ക് മാവൊക്കെ കുഴയ്ക്കാനുള്ള ഏരിയ ഒന്ന് തുടച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അവിടേക്ക് തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ തുടയ്ക്കാൻ തുണി എടുത്തിട്ട് വന്നില്ല, തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിൽ മാറ്റാം. അതിൻ്റെ മസാല ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അതിൽ കുറച്ച് ചോറുണ്ടെങ്കിൽ അതിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റിനായിരുന്നു ഉണ്ടായേനെ. പക്ഷേ എൻ്റെ കയ്യിൽ ചോറുണ്ടായിരുന്നില്ല, അപ്പോൾ എനിക്ക് അങ്ങനെ കഴിക്കാൻ പറ്റില്ല. പക്ഷെ നല്ല മസാലയായിരുന്നു അല്ല ഏട്ടാ. എന്തായാലും പിസ്സ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. ഏട്ടെങ്കിലൊന്ന് AC ഇട്ട് തരും, നല്ല ചൂടാണ്. AC റിമോട്ട് കിട്ടിയില്ലെങ്കിൽ. അപ്പോൾ അത് നമ്മൾ വെച്ചത് ഒന്നും കൂടി നന്നായി വീർത്ത് വന്നിട്ടുണ്ട്. ഇനി ചപ്പാത്തി കോലുകൊണ്ട് എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്തിട്ട് നമ്മളിനി പിസ്സ ഉണ്ടാക്കാൻ പോണ പാത്രത്തിലേക്കില്ലേ, ഞാൻ ഇപ്പോൾ ഓവനിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓവനിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പാത്രങ്ങൾ എടുക്കുക. അതിൽ കുറച്ച് ഓയിലൊക്കെ തേച്ചിട്ട് കുറച്ച് റവ അങ്ങനെ എല്ലായിടത്തും വിതറിയിട്ട് കൊടുക്കുക. അപ്പോൾ അടിയിലേക്ക് നല്ലൊരു ക്രിസ്പി പോലെ ഈ റവയൊക്കെ മുരിഞ്ഞാൽ നല്ല മുരിപ്പായിട്ട് കിട്ടും. ഇനി നമ്മൾ പിസ്സയുടെ മാവില്ല നന്നായിട്ട് ആ പാത്രത്തേക്ക് വെച്ച് എല്ലാ സൈഡും ഒരേ കട്ടിയിലാക്കിയിട്ട് നന്നായി ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ ഏകദേശം റെഡിയായി വരുമ്പോൾ ആ ഒരു വരമ്പ് വശം അറ്റെത്തുമ്പോൾ ആ വരമ്പ് വശം ജസ്റ്റ് അതിപ്പോഴല്ല
അപ്പോൾ ഇനി ഒരു 10-15 മിനിറ്റ് അടച്ചു വെക്കണം. ഞാൻ 15 മിനിറ്റ് അടച്ചു വെച്ചില്ല, കാരണം അച്ഛനമ്മക്ക് വീട്ടിൽ പോകാൻ ടൈം ആയിട്ടുണ്ട്. അവർക്ക് തീരെ വയ്യ പറഞ്ഞു. പിന്നെ ഉണ്ണികൾക്ക് വേഗം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വേഗം തന്നെ എടുത്തു, ഒരു 2-3 മിനിറ്റ് അമ്മയ്ക്ക് എടുത്തു. എന്നിട്ട് ആ കൈ കൊണ്ട് തന്നെ എല്ലാ ചുറ്റുവശവും ഇങ്ങനെ അമർത്തി പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഉള്ളിൽ ഫുള്ളും ഞാൻ ഇങ്ങനെ ടീസ്പൂൺ കൊണ്ട് കുത്തി കൊടുക്കുന്നുണ്ട്. കാരണം ഇത് ഇനി ഒരുപാട് പൊള്ളച്ച് ഇങ്ങനെ വീർത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് നമ്മൾ സോസ് ചേർത്ത് കൊടുക്കാം. സോസ് നന്നായി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നാമത്തെ സോസ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അത് നമ്മളെല്ലായിടത്തേക്കും ഇങ്ങനെ പരത്തി കൊടുക്കുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റത്തെ പിസയിലാണ് അടുത്ത പിസയിലാണ് ഞങ്ങൾ ഏറ്റവും സോസ് ചേർത്തത്. കാരണം നമ്മളിത് കഴിക്കണില്ലല്ലോ, കഴിക്കണില്ലല്ലോ എന്നല്ല, സോസിൻ്റെ പരിപാടികൾ കഴിഞ്ഞില്ല, ഞാൻ വേസ്റ്റ് ആക്കണ്ടല്ലോ വെച്ച് ഞങ്ങൾ ഫുള്ളും ചേർത്ത് കൊടുത്തു. അപ്പോൾ അതാ ഞാൻ ഈ പ്രാവശ്യം മേടിച്ച ചീസ് ഇങ്ങനെ ആട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു മോഡൽ ചീസ് കാണുന്നത്. അപ്പോൾ ഇത് അയച്ചെടുക്കുകയാണെങ്കിൽ ഞാനും ഏട്ടനും കുറച്ച് നേരം കുസ്തി പിടിച്ചു. അത് എൻ്റെ അങ്ങനെ ചുരണ്ടി എല്ലാ സൈഡിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് അയക്കാനായിട്ട് ഇത്രയും ഭംഗിയിൽ കിട്ടുന്നത്. അത് കഴിഞ്ഞൊന്നും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കറക്റ്റായിട്ട് തന്നെ ചുരണ്ടി കിട്ടില്ല. അപ്പോൾ നമ്മളൊരു ആവശ്യം കഴിഞ്ഞാൽ ഫ്രിഡ്ജിലോണ്ട് വയ്ക്കുക, ഫ്രീസറിൽ വയ്ക്കുക, പിന്നത്തെ യൂസിനെടുക്കുക, അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ ശരിക്കും ഇങ്ങനെ ചെയ്തിട്ടുള്ള ഇങ്ങനെ പൊടി പോലത്തെ ചീസ് കിട്ടും, അത് മേടിച്ചാലും മതി. ഞാൻ ഈ പ്രാവശ്യം ഇത് ഉണ്ടാക്കി 2 ദിവസമായി. അതിൻ്റെ ശേഷം ഞാൻ നെക്സ്റ്റ് പോയിട്ട് അങ്ങനത്തെ ചീസ് മേടിച്ചിട്ടുണ്ട്. ഈ ചീസ് മേടിക്കുന്ന പരിപാടി ഞാൻ നിർത്തി. അപ്പോൾ അങ്ങനെ മേടിച്ചാലും മതി, ഞാൻ ലാഭം നോക്കിയിട്ട് എന്തോ മേടിച്ചാൽ തോന്നുന്നു അങ്ങനത്തെ. പിന്നെ ഇതാ നമ്മൾ സവാള ഇട്ട് കൊടുത്തു. പിന്നെ എല്ലായിടത്തും ഓരോ തക്കാളിയൊക്കെ വെച്ച് കൊടുത്തു. ഉണ്ണികൾക്ക് കൊടുക്കേണ്ടതായതുകൊണ്ട് തക്കാളി അവർക്ക് വലിയ താല്പര്യമില്ല. ഈ ഒരു പിസ്സ അമ്മയ്ക്കും ഉണ്ണികൾക്കും മാത്രമുള്ളതാണ്, കാരണം അവരിപ്പോൾ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് അവർക്ക് വേണ്ടി മാത്രമാണ്. ഞാൻ അടുത്ത പിസ്സ ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഉണ്ണികൾക്ക് പിസ്സ ഉണ്ടാവില്ല. അവർക്കും എന്നെപ്പോലെ ഭയങ്കര ഇഷ്ടമാണ്, പിസ്സ പ്രേമികൾ തന്നെയാണ് അവരും. പിന്നെ ഇത് ഈ മിളക് ഒരു തരം മിളകാട്ടോ, ഒലിവുക്കായ അല്ല, ഒരു വലിയ സൈസ് മിളകാണ്, അതും വെച്ച് കൊടുത്തു. പിന്നെ ഏട്ടൻ ചീസ് ബാക്കി അവിടെ ചുരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതോടെ ഏട്ടൻ കൊടുന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിത് പിസ്സ ഓവനിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്ര ടൈം കഴിഞ്ഞാട്ടാ, ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തു, 15 മിനിറ്റ് പിന്നെ സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. പിസ്സ വെച്ചതിന് ശേഷം 15 മിനിറ്റ് കൂടി വെച്ചിട്ടോ. അത് 200 ഡിഗ്രിയിലല്ല ചൂടിൽ സെറ്റാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും വന്നിരുന്ന് TV കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. കാത്തുമ്മ എന്നെ കണ്ട പിന്നെ അവൾക്ക് ഒക്കത്ത് കാരണം അതിന് പല പൂതികളാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ ഇവിടെ അമ്മ സോസ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ഞാൻ സോസ് എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പാപ്പനെ മസ്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കാത്തു. അവൾ അങ്ങനെ മസ്കിട്ട് ഓരോരുത്തരുടെ അടുത്ത് എനിക്ക് തോന്നുന്നു പെൺകുട്ടികളാവുന്നു അല്ലേ, ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ മസ്കിട്ട് കിടക്കുന്ന ശീലം. ആൺകുട്ടികൾ കുറച്ച് ഇങ്ങനെ ചൂടായി ഇങ്ങനെ കലിപ്പായിരിക്കും, പക്ഷെ നമ്മളെ ചക്കമ്മ കലിപ്പാട്ട. ചക്കമ്മ ഇടയ്ക്ക് നല്ല മസ്കിടും, ഇടയ്ക്ക് നല്ല കലിപ്പാണ്. അപ്പം അമ്മ ടേസ്റ്റ് ഉണ്ട് പറഞ്ഞു. പിന്നെ അമ്മ ഡയറ്റിങ് ആയതുകൊണ്ട് തന്നെ അധികം കഴിക്കില്ല, അതുകൊണ്ട് ടേസ്റ്റ് നോക്കിയിട്ടാണ് വെച്ചു. കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ അമ്മയ്ക്ക് അധികം കഴിക്കാൻ പറ്റില്ല, അമ്മ ഭയങ്കര ഡയറ്റിങ് എടുത്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് അമ്മ അധികം കഴിച്ചിട്ടില്ല. അങ്ങനെ അതൊക്കെ കൊണ്ട് വയ്ക്കാൻ പോയതിൻ്റെ ഇടയിൽ ആയിട്ടുണ്ടോ ഞാൻ നോക്കാൻ പോയി. അതുകൊണ്ട് തന്നെയാണ് ഏട്ടനും പിന്നാലെ വന്നത്. അവനും ഭയങ്കര ഇതിലാണ്. ഞാൻ അവന് പിസ്സ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിലും ഇത്ര നാളും ഞങ്ങൾ അടുപ്പത്തെ നോർമലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ഓവനിൽ ആദ്യമായിട്ടാണ്. ഞാനും അവനും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി അപ്പോൾ നമ്മൾ പിസ്സ ആവാറായിട്ടുണ്ടായിരുന്നു. നമ്മൾ തുറന്ന് നോക്കുകയാണ്. എന്താണ് ശബ്ദം? ആ ഡോറടയുണ്ട. അപ്പോൾ അങ്ങനെ ഞാൻ പിസ്സ എടുക്കുന്നുണ്ട്. ഗായ്സ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനിലായിരുന്നു, എങ്ങനെ ഉണ്ടാവുന്നത്. കാരണം എനിക്ക് ഓവൻ യൂസ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിലും ഒരിക്കൽ ഞങ്ങൾ ചിക്കൻ പണി പാളിയിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഓവൻ ചെറിയൊരു പേടിയുണ്ട് കേട്ടോ, കരിഞ്ഞു പോയിട്ടുള്ളതുകൊണ്ട്. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷെ പിസ്സ എങ്ങനെ ഉണ്ടായിരുന്നു? ടേസ്റ്റ് എങ്ങനെയുണ്ടായിരുന്നു? ടേസ്റ്റ് ചെയ്യുന്നുണ്ട് പറയടാ. ഓവല് സെറ്റ് ചെയ്ത് ബെബിയാട്ട.
അപ്പോൾ അത് ഞാനത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഈ കട്ടിങ് മെഷീനൊക്കെ ഞാൻ നമ്മളെ തൃശ്ശൂരത്തെ ഫ്ലാറ്റിലപ്പോൾ മേടിച്ചാണ്. എന്നിട്ട് അത് അവിടുത്തെ വെള്ളത്തിൽ കൊണ്ടിട്ട് തുരുമ്പ് വരെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഉരച്ചഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചതാണ്. എന്തെങ്കിലും ഞാനൊരു പീസ് ഉണ്ടാക്കും എന്നുള്ള പ്രതീക്ഷയിൽ ആഗ്രഹം നടന്നു. പിന്നെ സൈഡത്തെ മാവ് കുറച്ച് കട്ടിയുള്ളതുകൊണ്ട് തന്നെ അവിടെ ഇങ്ങനെ പൊട്ടിപ്പോയിട്ടാണ്. എന്നാലും പിസ്സ നല്ല ടേസ്റ്റായിരുന്നു, നല്ല സോഫ്റ്റായിരുന്നു. ആ കാത്തുമ്മയ്ക്ക് ഇതൊന്നും കഴിക്കാനൊന്നും വേണ്ട, അവൾക്ക് ഇത് അലമ്പുണ്ടാക്കാൻ വേണ്ടി മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ. ഞാൻ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് അവളും കൂടി കഴിക്കണതാണ് ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷേ ഞാൻ വെള്ളപ്പം ഉണ്ടാക്കി കൊടുത്താലും എന്തുണ്ടാക്കി കൊടുത്താലും അവൾ കഴിക്കില്ല. പിന്നെയും ചോറ് എപ്പോഴേലും കഴിച്ചു. വേറെ ഒന്നും അവൾ നരച്ചോനെ കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഏട്ടൻ വർക്കിൻ്റെ മെസ്സേജ് കേട്ടോണ്ടിരിക്കണം. അതാണ് എൻ്റെ ശബ്ദം ഇടയിലൊന്ന് പതറി പോയത്. ഇന്ന് നമുക്ക് വർക്കുണ്ടായിരുന്നു. ആളെന്താ പറഞ്ഞേട്ടാ? മേക്കപ്പ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ബട്ട് എല്ലാവരും പറഞ്ഞു അടിപൊളിയായിട്ടുണ്ട്, ഓവറായിട്ട് വലിയ സെറ്റാണ്, കിടിലനായിട്ടുണ്ടെന്ന് പറഞ്ഞു. സന്തോഷം. ഞാൻ പറഞ്ഞില്ലേ നമുക്കിങ്ങനെ വർക്കിൻ്റെ മെസ്സേജ് വർക്ക് കഴിഞ്ഞ് നമ്മൾ വീടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതുവരയ്ക്ക് നമ്മളെ ബ്രേക്സ് റിപ്ലൈ തരാറുണ്ട്. അപ്പം അതും വെയിറ്റ് ചെയ്ത് നമ്മളിരിക്കും രാത്രി വരെ. അവരെന്താ മെസ്സേജ് അയക്കാത്ത ഇഷ്ടമായില്ല ശരാത്. പക്ഷെ ഈ ഒരു മെസ്സേജ് കേട്ട് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അതിനിടയിൽ എൻ്റെ കിട്ടിയ പാട്ട് വെച്ചാട്ടാ. അയ്യോ, അപ്പോൾ അമ്മ റിവ്യൂ പറയണ ഭാഗം പോയി. അത് ഞാൻ ഇപ്പോൾ വെച്ചേരാട്ടോ, ഒരു മിനിറ്റ്. സത്യം പറഞ്ഞ് ഞങ്ങൾ പിസയ്ക്കുന്ന ഇങ്ങനെ ചെറിയൊരു ഭാഗം കിട്ടിയിട്ടുള്ളൂ. കാരണം ഞങ്ങൾ റീലിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത കാരണം എനിക്ക് വ്ളോഗിലേക്കുള്ളതൊന്നും കിട്ടിയില്ല. എന്തായാലും പിസ്സ അടിപൊളിയായിരുന്നു, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങളും വീട്ടിലൊന്നും ഉണ്ടാക്കി നോക്കുക. നമുക്ക് ഉണ്ടാക്കാൻ കാണുമ്പോൾ ഭയങ്കര പണിയായി തോന്നും, പക്ഷേ ഉണ്ടാക്കി വരുമ്പോൾ ഭയങ്കര ഈസിയാണ്. അങ്ങനെ ഒരുപാട് പണിയൊന്നുമില്ല അല്ലേ ഏട്ടാ? അല്ല, ഈസി ആയിരുന്നില്ലേ? ടേസ്റ്റോ സൂപ്പറാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോളൂ. അപ്പോൾ ഇനിയും ഞാൻ ഇതേപോലെ കുക്കിംഗ് വീഡിയോകളും പരീക്ഷണമൊക്കെ ആയിട്ട് വരും.